ബ്രാൻഡഡ് ഷൂസുകളുടെയും മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്. മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. സംസ്ഥാനം തിരഞ്ഞെടുത്ത ചെറുതുരുത്തി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിനായി പവർ ബ്രിഗേഡ് പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട 140 സ്കൂളുകളിലൊന്നായും തൃശൂർ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുത്ത 3 സ്കൂളുകളിലൊന്നായും ഇടം പിടിച്ച ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പവർ ബ്രിഗേഡ് പദ്ധതിക്ക് തുടക്കമായി. വിദ്യാർത്ഥികളിൽ സാമൂഹിക പ്രതിബദ്ധതയും നേതൃഗുണവും വളർത്തുക, ലഹരി ഉപയോഗത്തിനെതിരെ ജാഗ്രത പുലർത്തുക, റോഡ് നിയമങ്ങളിൽ അവബോധം നൽകുക, ക്ലാസ് മുറികളെ സർഗാത്മക വേദിയാക്കുക, വിദ്യാർത്ഥികളെ മികച്ച ഡിജിറ്റൽ പൗരന്മാരാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സെൽ ആവിഷ്കരിച്ച സൗഹൃദ ക്ലബിന്റെ കീഴിലാണ് പദ്ധതി പ്രവർത്തിക്കുന്നത്. പവർ ബ്രിഗേഡിന്റെ ഉദ്ഘാടനം PTA പ്രസിഡന്റ് KS സെബീർ നിർവഹിച്ചു. ചടങ്ങിൽ പ്രിൻസിപ്പൽ M പ്രീതി അധ്യക്ഷത വഹിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന സൗഹൃദ ദിനാഘോഷം മലയാളം അധ്യാപകൻ P ഷിജു ഉദ്ഘാടനം ചെയ്തു. MPTA പ്രസിഡന്റ് A ചിത്രലേഖ, അധ്യാപകരായ A പുഷ്പമണി, K ശ്രീധന്യ, P സ്വപ്ന, ഷിജു പോൾ എന്നിവർ സംസാരിച്ചു. ഹോസ്റ്റലിൽ പഠിക്കുന്ന സാഹചര്യം അവിടെ ഞങ്ങൾ ഉണ്ടാക്കിയാണ് കഴിക്കുക. അതായത് രാവിലെ ഭക്ഷണം കഴിച്ചാൽ ഒരു പോയിന്റ് അവിടെ നോട്ട് ചെയ്യപ്പെടും, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ ഒരു പോയിന്റ്, അങ്ങനെ 3 നേരം ഭക്ഷണം കഴിക്കുമ്പോഴും ഓരോ പോയിന്റുകൾ ബുക്കിൽ നോട്ട് ചെയ്യപ്പെടും. പല സാഹചര്യങ്ങളും ആ പോയിന്റുകളുടെ എണ്ണം കുറയ്ക്കാൻ ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ട്. അപ്പോ ഒരിക്കൽ സംസ്കൃതം പഠിക്കുന്ന ഒരു സുഹൃത്ത് മാസങ്ങൾക്ക് ശേഷം ഹോസ്റ്റലിലേക്ക് കടന്നു വരുന്നു. ഒരു കണക്കിന് അവൻ ഈ ഒരു രഹസ്യം കണ്ടുപിടിക്കുകയാണ്, എന്തുകൊണ്ട് അവൻ ഭക്ഷണം കഴിക്കുന്നില്ല പലപ്പോഴും. അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവന് ഉച്ച സമയത്ത് ക്ലാസ് വിട്ട് വന്ന് ഈവനിങ് ക്ലാസ് വിട്ട് വരുമ്പോൾ അവൻ എന്നോട് പറയും പുറത്തൊന്ന് പോകണം. അപ്പൊ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് തന്നെയാണ്, കൂടെ എപ്പോഴും ഉണ്ടാകും, എന്നെ എല്ലാ വിധത്തിലും സഹായിക്കുന്ന ആൾ തന്നെയാണ്. എനിക്കത് പുറത്ത് പോകണം. ഓക്കെ, അവൻ്റെ പുറത്ത് കൂടെ പോയി കഴിഞ്ഞാൽ അവൻ ഹോട്ടലിൻ്റെ മുന്നിലേക്ക് പറയും എനിക്കൊരു ചായ കുടിക്കണം, കൂടെ പോകും. അപ്പൊ അവൻ പറയും എനിക്ക് മസാല ദോശ കഴിക്കണം. അപ്പൊ ഞാൻ പറയും എനിക്ക് വേണ്ട. അതെന്താ മസാല ദോശ കഴിച്ചാല്? അങ്ങനെ പല പ്രാവശ്യങ്ങളായിട്ട് അവരിത് ആവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അത് കഴിഞ്ഞു, ആ കാലഘട്ടം കഴിഞ്ഞു പോയി. എക്സാമിന് ഫീസ് അടയ്ക്കണം. അന്ന് 1200 രൂപയ്ക്ക് ആവശ്യമുണ്ട്. പെട്ടെന്ന് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയാണ്. കാരണം കാശില്ല, പണം വേണം. അമ്മയടുത്ത് പോയിട്ട് പറഞ്ഞു കുറച്ച് കാശ് വേണം. അമ്മയടുത്ത് ഒന്നും സത്യത്തിലൊന്നും കാശ് ഉണ്ടായിരുന്നില്ലതല്ല. അമ്മ പലരോടും ചെറുതായിട്ടെങ്കിലും അന്വേഷിച്ചു, പൈസയ്ക്ക് പ്രയാസപ്പെട്ടു. നാട്ടിലെ സകല സുഹൃത്തുക്കളോടും, നമ്മൾ പറയുന്ന നമുക്ക് ചുറ്റിലുമുള്ള പല സുഹൃത്തുക്കളോടും വന്ന് ഞാൻ ആ പണത്തിന് വേണ്ടി പുറകെ നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ വളരെ കുറച്ച് അമ്മ തന്ന 300 രൂപ കൊണ്ട് അന്ന് ഞാൻ ഹോസ്റ്റലിലേക്ക് വീണ്ടും മടങ്ങി. CCV ന്യൂസ്, ചെറുതുരുത്തി.